എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞങ്ങളൊരു പൈതൃക യാത്ര നടത്തുകയുണ്ടായി. ആ യാത്രയിൽ ഞങ്ങൾ തഞ്ചാവൂർ, വേളാങ്കണ്ണി, ശ്രീരംഗം, ട്രിച്ചി എന്നീ സ്ഥലങ്ങളാണ് സന്ദർശിച്ചത്. ഇത്തവണത്തെ ഞങ്ങളുടെ യാത്ര തൃശ്ശൂരിലെ കുരിയച്ചിറയിലുള്ള ഷൈനിങ് സ്റ്റാർ ടൂറിസ്റ്റിൻ്റെ കൂടെയായിരുന്നു. ഷൈനിങ് സ്റ്റാർ ടൂറിസ്റ്റിൻ്റെ ക്ലമൻ്റ് ഏട്ടനും ഞങ്ങളുടെ ഒപ്പം ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഓഫീസാണ്. അപ്പോൾ ഇവിടെ കുരിയച്ചിറയിലുള്ള ഓഫീസാണിത്. ആദ്യം തൃശ്ശൂരായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് മാറ്റിയതാണ്. ഇത്തവണത്തെ ഞങ്ങളുടെ യാത്രയിൽ ഫുൾ ഫാമിലി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ബസ് ആൾക്കാരാണ് ഇവിടെ നിന്ന് യാത്ര തിരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് രാവിലെ ഒരു 6:30 കൂടി തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വടക്കഞ്ചേരിയിലെ മലബാർ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങളിപ്പോൾ ബസ്സിലേക്ക് കയറി. വളരെ മനോഹരമായ കാഴ്ചകളാണ് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസ്സും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബസ്സായിരുന്നു, നല്ല AC ബസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് വലിയ ക്ഷീണമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പാലക്കാടിൻ്റെ ആ മനോഹരമായിട്ടുള്ള പച്ചപ്പുകളിലൂടെ നമ്മുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയത് പാലക്കാട്, പൊള്ളാച്ചി, അങ്ങനെ ആ റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഉറക്കുറങ്ങായിരുന്നില്ല. ഞാൻ വന്നു വെറുതെ ശല്യപ്പെടുത്താൻ. ഇവന് വല്ല ഭ്രാന്തുണ്ട, ഇടയ്ക്കൊന്നും ശല്യപ്പെടുത്തണല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥായിയായിട്ട് ആ ഭാവമായി പോകും ഉറക്കത്തിൻ്റെ. ആ നേരത്തെ ബസ്സിൽ സംസാരിച്ചതാണ് ഷൈനിങ് സ്റ്റാർ ടൂറിസ്റ്റിൻ്റെ സാരഥിയായിട്ടുള്ള ക്ലമൻ്റ് ഏട്ടൻ. ക്ലമൻ്റ് ഏട്ടൻ്റെ കൂടെ ഞാൻ അതിന് മുൻപും 4-5 യാത്രകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള എല്ലാ വിവരണങ്ങളും അദ്ദേഹം നമുക്ക് തരും. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം അറിവ് നൽകുന്നൊരു കാര്യം കൂടിയാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നന്നായി അറിവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ അമ്പലത്തെക്കുറിച്ചായാലും പള്ളിയെക്കുറിച്ചായാലും ഒക്കെ വിശദമായി തന്നെ അദ്ദേഹം കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പോൾ ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു. ഒരുപാട് ഐറ്റംസ് ഉള്ള വളരെ വിഭവസമൃദ്ധമായിട്ടുള്ളൊരു സദ്യ തന്നെയായിരുന്നു. തമിഴ്നാടായാലും കറികളൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ തഞ്ചാവൂർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ തഞ്ചാവൂരുള്ള ബൃഹദീശ്വര ക്ഷേത്രമാണ്. ആ ക്ഷേത്രമാണ് ആ കാണുന്നത്. ഈ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ശരിയായ പേര് രാജരാജേശ്വര ക്ഷേത്രം എന്നാണ്. ഈ ബൃഹദീശ്വര ക്ഷേത്രത്തിന് പെരിയ കോവിൽ എന്നും മറ്റൊരു പേരുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത് പൂർണ്ണമായും കരിങ്കല്ലിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം നിർമ്മിക്കാനായിട്ടുള്ള കരിങ്കല്ലുകളെല്ലാം വേറെ സ്ഥലങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇവിടെ തഞ്ചാവൂർ കരിങ്കല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അകലെ നിന്നൊക്കെയാണ് കരിങ്കല്ലുകൾ കൊണ്ടുവന്നിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വലിയ വലിയ കല്ലുകൾ കൊണ്ടാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. ഇനി നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ പറയുന്നതിൽ കൂടുതലായിട്ട് നമുക്ക് ക്ലമൻ്റ് ഏട്ടനിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ പുറത്ത് കോട്ടവാതിൽക്കൽ നിൽക്കും. ഇത് കോട്ടവാതിൽ അമ്പലം പണിയുമ്പോൾ ഈ കോട്ടവാതിൽ ഉണ്ടാകുന്നില്ല. പിന്നെ വന്ന പല്ലവന്മാരാണ് ഈ കോട്ടവാതിൽ പണിതിട്ടുള്ളത്. ഇതിനെ ശിവഗംഗ കോട്ട എന്ന് പറയാം. ശിവഗംഗ കോട്ട എന്ന് പറയാം. കുറച്ച് നാളായി ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും മിലിറ്ററി ഫോഴ്സിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ ചോളവംശത്തിലെ ഒരു രാജാവാണ് കരിങ്കാല ചോളൻ. കരിങ്കാല ചോളൻ പറഞ്ഞ കല്ലണ എന്ന് പറയുന്ന ഡാം ഇന്നും വർക്ക് ചെയ്യുന്ന ഡാം ഇന്നും നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ വിജയാല എന്ന് പറയുന്ന രാജാവ് 2ാം ചോളവംശം സ്ഥാപിച്ചത് 1950. അതിൽ 1903 മുതൽ 1914 വരെ ഭരിച്ചിരുന്ന രാജാവ് രാജരാജ ചോളൻ 1003 മുതൽ 1009 കാലഘട്ടത്തിൽ 6 കൊല്ലം കൊണ്ട് കരിങ്കല്ലില്ലാത്ത നാട്ടിൽ കരിങ്കല്ല് കൊണ്ടൊരു ക്ഷേത്രം, അതാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ടെമ്പിൾ. ഇപ്പോൾ ഇത് കോട്ടവാതിൽ, ഇതിപ്പോൾ ആദ്യം പണിയുമ്പോൾ ടെമ്പിൾ പണിയുമ്പോൾ ഇത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, വരും ഉള്ളിലേക്ക്. 4 ക്ഷേത്രങ്ങളാണ് ചോളവിൽ വളരെ ഫേമസ്. ഇത് രാജരാജ ചോളൻ പണിതത്. രാജേന്ദ്ര ചോളനുണ്ട്. ഗംഗവെള്ള ഭൂമി പിടിച്ചെടുത്ത്
ഗംഗയെക്കൊണ്ട ചോളാപുരം എന്ന് പറയുന്ന മറ്റൊരു പട്ടണമുണ്ട്. അവിടെയാണ് മറ്റൊരു ചോള ടൈപ്പുള്ള ടെമ്പിള്. പിന്നെ ധാരാപുരം, ശ്രീഭുവനം, അങ്ങനെ 4 സ്ഥലത്ത് 4 ചോള ടൈപ്പുള്ള ടെമ്പിൾസ് ഉണ്ട്. ടെമ്പിൾസ് പല രീതിയിലെ ടെമ്പിൾസ് പണിയും. ഈ വളരെ ചെറിയ ടെമ്പിൾ, കൊത്തുപണിയിൽ വളരെ ചെറിയ ടെമ്പിൾ, ആ ടെമ്പിളിൽ അങ്ങനത്തെ ടെമ്പിളാണ് പല ടൈപ്പ് ടെമ്പിൾസ് ഉണ്ട്. മറ്റൊരു ടൈപ്പാണ് ചോള ടൈപ്പ്, ഇത് അതിൽ വളരെ വലുതാണ്. മറ്റൊരു ടൈപ്പാണ് വിജയനഗര ടൈപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ ഹംപി അതിൽ പെടുന്നതാണ്. അതുപോലെ മറ്റൊരു ടൈപ്പാണ് മധുര ടൈപ്പ്. നോർത്തിലും ഇവിടെ നമ്മൾ വ്യത്യാസം. ഇന്ത്യയിലെ 3 തരത്തിലാണ് ടെമ്പിൾസ് പറയാം: നാഗര, വ്യാസര, ദ്രാവിഡലിന് പല വെർഷൻസ് ഉള്ളത്. മധ്യ ഇന്ത്യ, തെക്കേ ഇന്ത്യ, വടക്കേ ഇന്ത്യ, അങ്ങനെ 3 ടൈപ്പിലെ ക്ഷേത്രമാണ്. ഈ തെക്കേ ഇന്ത്യയിലാണ് പല ടൈപ്പുകളുള്ളത്. അതിലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് പല്ലവ ടൈപ്പ്, അതുപോലെ ചോള ടൈപ്പ്, അതുപോലെ മധുര ടൈപ്പ്, വിജയനഗര ടൈപ്പ്. കേരളത്തിലും കൂടി നമ്മൾ വ്യത്യാസം. കേരളത്തിൽ മഴ കൂടുതലായതുകൊണ്ട് മോൾഭാഗം കൂച്ചമായിട്ടാണ് പണിയുക. ദാരുശില്പം, മരം കൊണ്ടുള്ള പണികളാണ് കൂടുതലുണ്ടാവുക. ഇവിടെ അങ്ങനെയെല്ലാം മഴ കുറവാണ്, കരിങ്കല്ല് കിട്ടാൻ എളുപ്പമാണ്. നൂറ്റാണ്ടിൽ നല്ല കുന്നുകളുണ്ട്. കരിങ്കല്ലിലാണ് ഇവിടെ കൂടുതൽ ക്ഷേത്രങ്ങൾ പണിയാം. പിന്നെ എന്തിനാണ് ക്ഷേത്രത്തിന് ആവശ്യം? എല്ലായിടത്തും ഈശ്വരുണ്ടല്ലോ, പിന്നെ ക്ഷേത്രത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ചോദ്യം നമ്മുടെ വിവേകാനന്ദൻ്റെ ഗുരുവിനോട് ചോദിച്ചു. ആരാ വിവേകാനന്ദൻ്റെ ഗുരു? പരമഹംസൻ, ശ്രീരാമ പരമഹംസനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പശുവിൻ്റെ മധ്യമാംസ രക്തം കൂടിയിട്ടാണ് പാലുണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പശുവിൻ്റെ ദേഹത്ത് മുഴുവൻ പാലായിരിക്കണം. പക്ഷേ എവിടെ പിടിച്ചേക്കാലും പാൽ ലഭിക്കില്ല. അത് ലഭിക്കാൻ പ്രത്യേക സ്ഥലത്ത് തന്നെ ഞെക്കണം എന്നുള്ളതുപോലെ ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എങ്കിലും ഈശ്വര ചിന്തയിൽ ഇരുന്ന് ധ്യാനിക്കാൻ ഒരു ഇടം, അതാണ് ദേവാലയം. ഏത് ദേവാലയം അങ്ങനെ തന്നെ. അപ്പോൾ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഈ ഗോപുരം കടന്ന് അതിൻ്റെ അകത്തേക്ക് കിടക്കണം. ഈ വീതി 600 അടി നീട്ടം. ചുറ്റും പ്രാകാരമുണ്ട്. പ്രാകാരം മീൻസ് മതിൽക്കെട്ട്. അതിൻ്റെ ചുറ്റും മൊത്തം നന്ദീനെ കാണാം. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഇത്രയധികം സ്ഥലം? ഓരോ ക്ഷേത്രങ്ങൾ ഏക്കർ കണക്കിന് വലിപ്പമാണ് പറയുക. ഇപ്പം മധുര ക്ഷേത്രം, അതുപോലെ രാമേശ്വരം, അതുപോലെ ഓരോ ക്ഷേത്രങ്ങളും. ഇപ്പോൾ നാളെ കാണാൻ പോകുന്നത് 156 ഏക്കർ, 24 ഏക്കർ, 40, 42 അങ്ങനെ ഏക്കർ കണക്കിനാണ് ക്ഷേത്രങ്ങൾ വരുന്നത്. എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ഇത്ര വലുപ്പമാകാൻ കാരണം? ഇന്നത്തെ തലമുറ ഒരു അന്നത്തെ രാജാക്കന്മാർക്ക് പ്രാന്ത് വേറെ പണിയില്ലാത്തതുകൊണ്ട് പണിതുണ്ടാക്കിയത്. ആ കാലഘട്ടത്തിൽ നിന്ന് ഇറങ്ങി നിന്ന് ചിന്തിച്ചാലാണ് അതിന് ഉത്തരം കിട്ടുക. ഇന്ന് കാണുന്ന പോലെ സ്കൂളുകളില്ല. അപ്പം അന്ന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ക്ഷേത്രത്തിനകത്താണ്. ഇന്നത്തെ പോലെ ഡാൻസ് ക്ലാസ്സുകളില്ല, അത് കൊടുക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നാണ്. ആയോധന കലകളില്ല, അത് കൊടുക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന്. എല്ലാ വിദ്യകളും അഭ്യസിപ്പിക്കുന്നത് ക്ഷേത്രങ്ങൾ വഴിക്കായിരുന്നു. അതുമാത്രമല്ല, വലിയ വലിയ നാട്ടുകൂട്ടങ്ങൾ, വലിയ സമ്മേളനങ്ങൾ നടത്തിയിരുന്നത് ക്ഷേത്രാങ്കണത്തിലായിരുന്നു. രാജ്യം മാർത്താണ്ഡവർമ്മ രാജാവ് നമ്മുടെ രാജ്യം എന്ത് ചെയ്തു? പത്മനാഭനെ തൃപ്തിദാനം നടത്തി. യജമാനൻ ഈശ്വരനും തൊഴിലാളിയായിട്ടാണ് രാജ്യം ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് രാജാവ് ഇന്നും എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് കാലത്ത് 7 മണിക്ക് ചെല്ലുന്നത്. യജമാനെ എല്ലാ ദിവസവും പോയി കാണണം, കണ്ടില്ലെങ്കിൽ ഇരുന്നാണ് രാജ്യം ഭരിക്കുക. അപ്പോൾ രാജ്യകാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും തീരുമാനം എടുക്കുന്നത് ഈശ്വരന് മുമ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വലിയ നാട്ടുകൂട്ടങ്ങൾ കൂടണം. അപ്പോൾ അതിനാണ് വലിയ സ്ഥലങ്ങൾ, അതുപോലെ വലിയ സമ്മേളനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസമായാലും എല്ലാ വിദ്യകളും കൊടുത്തത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പള്ളീൻ്റെ കൂടുണ്ട്, രണ്ടാണ്. ക്രിസ്ത്യൻ കുട്ടികൾക്ക് അന്നത്തെ നാട്ട് ആശമാരുടെ അടുത്ത് പോയിട്ടാണ് പഠിക്കാൻ. അങ്ങനെ വന്നപ്പോൾ ചവറ കുര്യാസച്ചനാണ് എല്ലാ മെയിൻ പള്ളികളിലൂടെ ഓരോ കൂടങ്ങൾ വേണം. അങ്ങനെ പള്ളിക്കൂടം എന്നുള്ള വീട് വന്നത്. അതൊരു പള്ളിക്കൂടം എന്നുള്ള വീട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ആ കാണുന്ന കാഴികൂടാണ്. 216 അടി ഹൈറ്റ് ഉണ്ട്. 81.4 ടൺ വെയിറ്റ് ഉള്ള ഒറ്റക്കല്ല്, സിംഗിൾ പീസ് സ്റ്റോണാണ്. അതാണ് അതിന് മീതെ കയറ്റി വെച്ചിട്ടുള്ളത്.
അത് കയറ്റി വയ്ക്കാൻ അന്നത്തെ സ്ഥാപതി ചീഫ് എഞ്ചിനീയർ സോമ വർമ്മൻ കണ്ടെത്തിയ വഴി 7 കിലോമീറ്റർ ചെരിഞ്ഞ റോഡുണ്ടാക്കി. ചാരപ്പള്ളം എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ ജീവിച്ചിരുന്ന അഴകി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരുപാട് പശുക്കൾ വളർത്തുന്നു. ആ പശുക്കളിൽ നിന്ന് വരുന്ന പാല് കുറേക്ക് വിൽക്കും, കുറേയൊക്കെ സംഭാരമാക്കിയിട്ട് ഇവിടെ വരുന്ന തച്ചന്മാർക്ക് കൊണ്ടുകൊടുക്കും. ഒരു ദിവസം രാജരാജ ചോളനെ രാത്രി ഉറങ്ങുമ്പോൾ ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. ആ സ്ത്രീയുടെ വീടിന് മുറ്റത്ത് ഒരു കല്ല് കിടക്കുന്നുണ്ട്. ആ കല്ല് കൊണ്ട് വേണം എനിക്ക് ശിഖരം ഉണ്ടാക്കാൻ. ആ സ്ത്രീക്കും അതേ സ്വപ്ന ദർശനം ഉണ്ടായി. അങ്ങനെ രാജാവ് ആ കല്ല് അന്വേഷിച്ച് ഭടന്മാരെ വിട്ടു. അങ്ങനെ കല്ല് കണ്ടെത്തി. ആ കല്ല് 7 കിലോമീറ്റർ ചെരിഞ്ഞ റോഡുണ്ടാക്കി അതിൽ കൂടി ഉരുട്ടി കയറ്റി അതിന് മീതെ കൊണ്ടുവച്ച് ഫിനിഷ് വർക്ക് കഴിഞ്ഞ് ആ റോഡ് മാറ്റി കളഞ്ഞു. 7 കിലോമീറ്റർ ചെരിഞ്ഞ റോഡുണ്ടെങ്കിൽ അത്രയും സ്ലോപ്പ്, അത്രയും മൈന്യൂട്ടായിട്ട് സ്ലോപ്പ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് 7 കിലോമീറ്റർ ചെരിഞ്ഞ റോഡുണ്ടാക്കിയത്. അങ്ങനെ ചെരിഞ്ഞ റോഡുണ്ടാക്കുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്താവും? ഈ അമ്പലം മൂടിപ്പോകുന്നത്. അപ്പോൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് അവരന്ന് ഈ കല്ല് അതിൻ്റെ മീതെ കയറ്റി വയ്ക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ചെരിഞ്ഞ് വന്ന് ഇവിടെ എത്തുമ്പോൾ ഈ അമ്പലം മൂടി അത്ര ഹൈറ്റിലേക്ക് റോഡ് കൊണ്ടുവന്ന് അതിന് മീതെ ഈ കല്ല് ഉരുട്ടി കയറ്റി വെച്ച് ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞ് ആ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തു. ഇതെല്ലാം കൂടി ചെയ്യാൻ 6 കൊല്ലാണ് എടുത്തത്. അതാണ് അതിൻ്റെ കാര്യം. അതിൻ്റെ ഏറ്റവും മുകളിൽ ഇത് കലശം എന്ന് പറയും, ശിഖരം എന്ന് പറയും. ഈ മുകളിൽ അതിന് മുകളിൽ സ്വർണ്ണം എടുത്തിട്ടില്ലേ, അതിനെ കലശം എന്ന് പറയും. 13 രാത്രി സ്വർണം കൊണ്ട് അന്ന് പൂശപ്പെട്ടതാണ്, പിന്നെ പൂശേണ്ടി വന്നിട്ടില്ല. അതായത് നമ്മുടെ ക്രിസ്തീയ ഭാഷയിൽ പറഞ്ഞ വെഞ്ചിരിപ്പ്, കുംഭാഭിഷേകം വരെ ന്യൂനതകൾ പാടില്ല. ഏത് കാര്യത്തിനും കുംഭാഭിഷേകം വരെ ന്യൂനത പാടില്ല. കുംഭാഭിഷേകം കഴിഞ്ഞാൽ ന്യൂനതകളാവാം. ഓക്കെ, അതിൻ്റെ നേരെ താഴെയാണ് ശിവലിംഗ പ്രതിഷ്ഠ ഇരിക്കുന്നത്. അതിൻ്റെ നേരെ താഴെയാണ് ശിവലിംഗ പ്രതിഷ്ഠ ഇരിക്കുന്നത്. മെയിൻ പ്രതിഷ്ഠയിലെ മോൾഭാഗത്ത് പണിയുന്നതാണ് ഡോം, വിമാനം, താഴികൂടം എന്നൊക്കെ പറയുന്നത്. വിമാനം എന്ന് പറയാനുള്ള കാരണം വന്നിറങ്ങാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് വിമാനം. ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ വന്നിറങ്ങുന്ന വസ്തു എന്ന രീതിയിലാണ് അവിടെ വിമാനം എന്ന് പറയുന്നത്. അനുകരിക്കാൻ വന്നിറങ്ങുന്നത് അവിടെയാണ്. ഓക്കെ, അതിന് നേരെ താഴെ 13 അടിയിലുള്ള ടണക്കണക്കിന് വലിപ്പമുള്ള കൃഷ്ണശില കൊണ്ടുള്ള നർമ്മദ നദീതീരത്ത് വന്ന ശിവലിംഗമാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഈ ക്ഷേത്രം പണിയുന്ന സമയത്ത് ഈ നന്ദി പീഠുണ്ട്, നന്ദിയുണ്ട്, നന്ദി മണ്ഡപമില്ല. പിന്നീട് വന്ന രാജാക്കന്മാരാണ് നന്ദി മണ്ഡപം പണിതത്. ഇവിടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ, അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും ചൂട് കുറച്ചുകൂടി കൂടും. അപ്പോൾ കുറേ കൊല്ലം കഴിയുമ്പോൾ നന്ദിക്ക് എന്തെങ്കിലും കേടുപാടിൽ, ചൂടെടുത്ത് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാലോ എന്ന് വിചാരിച്ച് നന്ദി മണ്ഡപം ഉണ്ടാക്കി. മോൾ ഭാഗത്ത് ഒരു പാരപറ്റിട്ടു. അപ്പോൾ അതിൽ കുറച്ച് ചിത്രപ്പണികൾ ചെയ്തിട്ടുണ്ട്. അത് 800 കൊല്ലം പഴക്കമുണ്ട്. ഇതിൻ്റെ പുറത്തെ ചിത്രപ്പണികൾക്ക് 1000 കൊല്ലം പഴക്കമുണ്ട്. ഇവിടെ എല്ലാ കൊല്ലവും ഒരു പ്രത്യേക ദിവസത്തിൽ ഈ നന്ദിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൂജകളുണ്ട്. ഒരുപാട് തൈര്, പാല്, അങ്ങനെ പല ഭാഗങ്ങളുണ്ടും അഭിഷേകം ചെയ്ത് അവസാനം പച്ചില മരുന്നിട്ട് കാച്ചിയ മരുന്ന് കൊണ്ട് അത് അഭിഷേകം ചെയ്യും. അപ്പോൾ പാറ കുറച്ചുകൊണ്ട് കടുപ്പുള്ളതാവും എന്നാണ് പറയുന്നത്. ആ കടുപ്പുള്ള അതുകൊണ്ട് ഓയിൽമയം പോലെ കാണുന്നത്. പിന്നെ ഒരു ആദരസൂചകമായിട്ടാണ് ആ ചുറ്റും തുണി കെട്ടിയിട്ടുള്ളത്. ഓരോന്നിനും ഓരോ പ്രതീകങ്ങൾ. ശിവൻ എന്ന് പറയുന്നത് ശക്തിയുടെ പ്രതീക, കാള ശക്തിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് ശിവനെ ശക്തിയുടെ പ്രതീകമായ വാഹനത്തെ കൊടുത്തത്. ഈശ്വരൻ്റെ പാലസാണിത്. അതിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കാർ പൊടിച്ച് അതിന് വാഹനം നിൽക്കുന്നു. ഏതുപോലെ ഓരോന്നിനും ഓരോ പ്രതീകങ്ങളുണ്ട്. ഇപ്പോൾ വേഗതയുടെ പ്രതീകം എന്താ? വേഗത. എല്ലാ മെഷീനറിയും എത്ര പറയാ? ഹോഴ്സ് പവർ, HP പറയാ. എത്ര കുതിരകൾ സ്പീഡിലോട്ടം മൃഗങ്ങൾ ഇല്ലാണ്ട് വേണോ? അല്ല, അതിന്റെ സ്വഭാവം കൊണ്ട് കണക്കിലെത്തണം പറഞ്ഞത്. ഭംഗിയുടെ പ്രതീകം ഐശ്വര്യ എന്ന് പറയില്ലല്ലോ, അതൊക്കെ പഴയ തന്നെ, പുതിയതെല്ലുണ്ടെങ്കിൽ പറയണം അല്ലേ. ഭംഗിയുടെ പ്രതീകം മയിൽ. ഏറ്റവും ഭംഗിയുള്ളതാണ് മയിൽ. അതുകൊണ്ടാണ് മുരുകനെ വാഹനമായിട്ട് മയിലിനെ കൊടുക്കണം. മുരുകൻ എന്നാണ് സുന്ദരം, മുരുകൻ എന്ന സുന്ദരൻ. അതുകൊണ്ട് മയിലിനെ വാഹനമായിട്ട് കൊടുക്കണം. ക്ഷമ, പുനീത, ശാലീനത ഇതിന്റെ പ്രതീകമാണ്. നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പേര് പറയാൻ പറ്റാത്തത്. സ്ത്രീയാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണം. ഇല്ലാത്തത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രതീകങ്ങളുണ്ട്. അതനുസരിച്ച് കൊടുക്കുക. ഇവിടെ ശിവൻ ശക്തിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് കാളയെ ഇവിടെ കൊടുക്കാനുള്ള കാരണം. നന്ദി മണ്ഡപം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അത് നോക്കി കഴിഞ്ഞാൽ ശിവലിംഗ പ്രതിഷ്ഠ. ഓക്കെ, ഇത് 800 കൊല്ലം പഴക്കമുള്ള പെയിൻറ്റിങ്സ് ആണ് മുകളിൽ കാണുന്നത്. ഇപ്പോൾ ഈ പില്ലർ നോക്കാം. ഈ പില്ലറിൻ്റെ ഉദ്ദേശം ഇത് താങ്ങി നിർത്താനുള്ള, അത് ഇത്ര വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. ഇത് സിംഗിൾ പീസാണ്, അവിടെ വരെ സിംഗിൾ പീസാണ്. അപ്പോൾ ഇത്രയും വലിയ പീസ് എടുത്ത് പൊട്ടി വന്ന് അതിൻ്റെ ക്രാക്കായി അത് മാറ്റിയിട്ട് വേറെ വെക്കണം. നമുക്ക് കാണുന്ന ഭാഗം ഇത്രയാണെങ്കിൽ ഇതിൻ്റെ പകുതികളെല്ലാം വിരിച്ചു പോകണം. എന്നാലും
അതായത് നമ്മളൊരു പള്ളിയിലോ ഏത് ആരാധനയിലും ആദ്യം മെയിൻ ആളെ പോയി കാണണം. അത് കഴിഞ്ഞാൽ സബ്ബുകളെ പിടിക്കാം. അപ്പോൾ മെയിൻ എവിടെയാണെന്ന് അറിയിക്കാൻ വേണ്ടി വെച്ചുള്ളൂ. ഇപ്പം മെയിൻ ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന കാരണം ഞാൻ ഇതിനകത്ത് തിരക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. കടക്കുന്ന കാരണം നിങ്ങളുടെ മൊബൈലുകൾ സൈലൻ്റ് ആവണം. അത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള കാഴ്ചകൾ പകർത്താൻ പറ്റിയില്ല. ഇപ്പോൾ അമ്പലത്തിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പുറത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാണം മെഴുകുന്ന സമ്പ്രദായം നമ്മുടെ പണ്ടത്തെ വീടുകളൊക്കെ അങ്ങനെയായിരുന്നു. ഒരാൾക്ക് അസുഖം വളരെ കുറവായിരുന്നു. ഇന്ന് അത് മാറ്റി ടൈലും മാർബിളൊക്കെ ആക്കി അസുഖം തല്ലി കളഞ്ഞ പോകുന്നില്ല. ഒക്കത്തിന് കാലിൻ്റെ വേദന, വാദം, പിത്തം ഒക്കെ ഉണ്ട്. ചോള വാസ്തുവിദ്യയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ ബൃഹത് ക്ഷേത്രം. കൂഞ്ചിറ മല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ബൃഹത് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത്. യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി ബൃഹദീശ്വര ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും തഞ്ചാവൂരുള്ള ഈ ബൃഹദീശ്വര ക്ഷേത്രം ഒരിക്കലെങ്കിലും വന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത്രയും മനോഹരം തന്നെയാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഏകദേശം 400 ഒരുപോലെയുള്ള തൂണുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള തൂണുകളാണ് ഈ കാണുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. ഇനിയും നമ്മളുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.